ഇപ്പോഴത്തെ മോസ്റ്റ്ലി കുറെ റിലേഷൻസ് ഈഗോ അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഈഗോ പറഞ്ഞാൽ അവർ പിന്നെ മിണ്ടാറില്ല, പിന്നെ അതങ്ങ് ബ്രേക്കപ്പ് ആയി പോകുന്നു. കുറെ മെജോറിറ്റി റിലേഷൻസ് അങ്ങനെയുണ്ട്. അപ്പോൾ ഒരു റിലേഷൻ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈഗോ മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ ശരിയാണോ? അതിപ്പോ എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെ. ഈഗോ എന്ന് പറയുന്നൊരു വേർഡിന് നമ്മളുടെ പാരന്റ്സിന്റെ അടുത്താണെങ്കിലും, എനിക്ക് പാരന്റ്സിന്റെ അടുത്ത് ഫസ്റ്റ്ലി ഈഗോ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. വെച്ചാൽ എൻ്റെ അമ്മ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം എനിക്ക് പൊതുവെ ഇച്ചിരി അഫെക്ഷൻ കുറവായതുകൊണ്ട് അവരുടെ എന്തെങ്കിലും മേടിക്കാനൊക്കെ എനിക്ക് ഈഗോ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെങ്കിൽ ആ ഒരു വേർഡിന്റെ ആവശ്യമില്ല അവിടെ. അയാളുടെ മുമ്പിൽ നമുക്ക് താഴാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾക്ക് താന്നു കൊടുക്കുവാണെങ്കിൽ അയാൾ നമ്മളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം അയാൾ ഇങ്ങോട്ട് താന്നു വരും. ഞാൻ ഒട്ടും താഴില്ലായിരുന്നു, ഇവൻ ഭയങ്കരമായിട്ട് താഴായിരുന്നു. ഇപ്പൊ അത് തിരിക്കും. ഞാൻ കുഴിച്ചിട്ട് അതിൻ്റെ അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ എത്ര മീൻസ് അതിന് മുമ്പുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇവളുടെ കാര്യത്തിൽ ഭയങ്കരമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എത്രമാത്രം എന്നെ കുറിച്ച് താഴത്തോട്ട് ഇറങ്ങാൻ പറ്റും അത്രമാത്രം താഴത്തോട്ട് പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് തലവെക്കാൻ തുടങ്ങി ഞാൻ. കാരണം അടുത്തുണ്ടല്ലോ. ദൂരെയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ അയക്കുന്ന മെസ്സേജസ് ഒന്നും കറക്റ്റ് ആ ഒരു ഇമോഷണൽ അല്ലായിരിക്കും അവിടെ റീച്ച് ആവുക. അപ്പൊ അതുപോലെ ആളടുത്തുണ്ടെങ്കിലുള്ള ഒരു പ്രസൻസ് പോലെ അല്ല. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന്റെ ടോൺ ഇവിടെ ഇരിക്കുന്ന ആൾ വിചാരിക്കുന്ന ടോണിലായിരിക്കില്ല നമ്മളത് വായിക്കുന്നത്. അങ്ങനെ വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഈഗോയുടെ കേസ് പറയുന്ന പോലെ തന്നെ ഈഗോ ഉണ്ടാവേണ്ട സ്ഥലങ്ങളും ഉണ്ട്. ചില സ്ഥലം നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ ടച്ച് ചെയ്യുന്ന ചില സംഭവങ്ങളൊക്കെ വരില്ലേ, അവിടെ കുറച്ച് ഈഗോ ആവാം. ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ സ്നേഹിക്കാത്ത അവസ്ഥയായി പോകും. ആ ഒരു സാധനത്തിൽ ഇവളുണ്ട് കേട്ടോ. ഇവളുടെ ആ ഈഗോ അതിനകത്ത് ആ ഒരു സെൽഫ് റെസ്പെക്റ്റിൽ ആരെയും ടച്ച് ചെയ്ത് അവർക്ക് നല്ല ഈഗോ ഉണ്ടാവും. ഞാൻ തോന്നുന്നു ഇവളുടെ കാര്യത്തിൽ എനിക്ക് അതും ഇല്ലാത്തൊരവസ്ഥയാണ്.